പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പലർക്കും ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയാണ്? നിങ്ങൾ അന്വേഷിച്ചോ മാധ്യമപ്രവർത്തകർ? അല്ലല്ല, ദളിത് പെൺകുട്ടി പ്രക്ഷോഭത്തിന്റെ ആശാനും ശിഷ്യനും കൂടിയിട്ട് പീഡിപ്പിച്ച ഈ പെൺകുട്ടിയുമായി UDF-ന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണ്ടേ? ബന്ധമുണ്ടോ ഇല്ലയോ തെളിയിക്കണോ വേണ്ടയോ? ബന്ധമുണ്ടോ? അത് തെളിയിക്കും. ഞാൻ അത് നിങ്ങൾക്ക് എന്തിനാ ധൃതി? ഞാൻ വികസനമാണ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയങ്ങൾ ഞാൻ 10-ാം തീയതിക്ക് ശേഷം പറയും. എന്നെ പല പെൺകുട്ടികളും വന്ന് കണ്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുമുണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എവിടെയാണ് പെൺകുട്ടി? അവളെ കൊന്നോ? ദളിത് പെൺകുട്ടി എവിടെ? അവൾ മരിച്ചോ? അവളെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തിയോ? അതോ ഷാഫി പറമ്പിലിന്റെയും പ്രക്ഷോഭിന്റെയും അതുപോലെ തന്നെ ഈ ഗുണ്ട ക്രിമിനൽ സംഘത്തിലെ ഇത് വലിയ ആരോപണമാണ്. സ്ഥാനാർത്ഥിക്ക് ഇതൊക്കെ അറിയാന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അറിയാം. എല്ലാ പ്രക്ഷോഭിന്റെ കഥകൾ അറിയാം, ഷാഫി പറമ്പിലിന്റെ കഥകൾ അറിയാം, കൂട്ടത്തിൽ പല കഥകളും അറിയാമെന്നുള്ള എവിടെയാണ് അവർ ഒളിപ്പിച്ചിരിക്കുകയാണോ അല്ലയോ അതൊക്കെ അറിയാം. അത് അന്വേഷിക്കണം, മാധ്യമപ്രവർത്തനം അന്വേഷിക്കണം. ദളിത് പെൺകുട്ടി പറഞ്ഞു എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ട്. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് എനിക്ക് സ്ഥാനാർത്ഥി അറിയാമായിരുന്നു എന്നാണോ? അങ്ങനെയാണോ പറയുന്നത്? അതാണോ സ്ഥാനാർത്ഥി വിളിച്ചു ചോദിക്കുന്നത്? സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കുന്നത് ആ ദളിത് പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവളെ തട്ടിക്കൊണ്ടുപോയോ? അവളെ നാട് കടത്തിയോ? അതോ അവളെ കൊന്നോ? പാലക്കാടിലെ പെണ്ണുപിടിയന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയോ? ഇതാണ് എന്റെ ചോദ്യം. ഉത്തരം പറയണം. സ്ഥാനാർത്ഥിക്ക് അറിയാമെന്നാണ്. ഉത്തരം പറയണം.